ജാർഖണ്ഡിൽ നാടകീയ രംഗങ്ങൾ. മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് പകരം ഭാര്യ കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കം. അടിയന്തര നിയമസഭാ കക്ഷി യോഗം ചേർന്ന ജെഎംഎം. ഹേമന്ത് സോറിനെതിരായ ഇഡി നടപടിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി എം.ജി. മിഥുൻ ചേരുന്നു. മിഥുൻ, എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? രേണുക, നമ്മൾ ബീഹാറിലും മഹാരാഷ്ട്രയിലും ഗോവയിലും ഒക്കെ കണ്ടതുപോലെ തന്നെയുള്ള വലിയ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെയാണ് ജാർഖണ്ഡ് കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെതിരായിട്ടുള്ള ഇഡി നടപടിക്ക് പിന്നാലെയാണ് വലിയ നീക്കങ്ങളിലേക്ക് ജെഎംഎം കടക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് അവിടെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് എംഎൽഎമാരുമായി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഒരുപക്ഷെ നാളെ അദ്ദേഹം ഈ ഇഡിക്ക് മുന്നിലേക്ക് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഹാജരാകുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ള ഒരു സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ ഭാര്യയെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ജെഎംഎം കടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറിനെ താൽക്കാലികമായി മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ജെഎംഎം കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നിയമസഭാ അംഗമല്ല കൽപ്പന സോറൻ. അങ്ങനെയെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെയാണ് മത്സരിച്ച് എംഎൽഎ ആയതിനു ശേഷം മുഖ്യമന്ത്രിയായി തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് അവർ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ആഴ്ച, അതായത് കൃത്യമായി പറഞ്ഞാൽ ജനുവരി 20-നായിരുന്നു ഏറ്റവും ഒടുവിൽ ഈ ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട ഹേമന്ത് സോറിനെ ഇഡി ചോദ്യം ചെയ്ത് അതിനു മുമ്പ് നിരവധി തവണ ഇഡി നോട്ടീസ് അയക്കുകയും ഹാജരാകാൻ സാധിക്കാത്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. തിരക്ക് കാരണം ഹാജരാകാൻ സാധിക്കില്ല എന്ന് ഹേമന്ത് സോറൻ തന്നെ വ്യക്തമാക്കിയതായിരുന്നു. അതിനുശേഷം കൂടുതൽ നേരം, ഏകദേശം 8 മണിക്കൂറോളം ചോദ്യം ചെയ്യലിനൊടുവിൽ അദ്ദേഹത്തെ വിട്ടയക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഇഡി കൂടുതൽ പരിശോധന നടത്തുകയും അവിടെ ഹേമന്ത് സോറിനെ കാണാനില്ല എന്നുള്ള ഒരു ആരോപണം ഇഡി മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഹേമന്ത് സോറൻ കടന്നു കളഞ്ഞു എന്നുള്ള ഒരു ആരോപണമൊക്കെ തന്നെ ഇഡി മുന്നോട്ട് വെക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഏകദേശം 36 ലക്ഷത്തോളം രൂപയും 2 BMW കാറും അവിടെ നിന്ന് സീസ് ചെയ്തിട്ടായിട്ടുള്ള വിവരങ്ങൾ ഇഡി വൃത്തങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ ഹാജരാകാമെന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടൊരു രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഹേമന്ത് സോറനും ജെഎംഎമ്മും കടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കൽ എന്ന് ആരോപിക്കുമ്പോൾ പോലും എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കമാണ് ജെഎംഎമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മിഥുൻ, ഇപ്പോഴത്തെ ഈ നീക്കത്തിന്, തന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഈ നീക്കത്തിന് ജെഎംഎമ്മിന്റെ പൂർണ്ണ പിന്തുണയുണ്ടോ? എംഎൽഎമാരുടെ യോഗം ഉൾപ്പെടെ വിളിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറച്ച ഒരു പിന്തുണ മറ്റ് പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? അങ്ങനെ തന്നെയാണ്. അതായത് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ എല്ലാ എംഎൽഎമാരും, ജെഎംഎമ്മിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ എംഎൽഎമാരും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിയമസഭാ കക്ഷി യോഗത്തിൽ ജെഎംഎമ്മിന്റെ നിയമസഭാ കക്ഷി യോഗം മാത്രമാണ് ഇന്ന് ചേർന്നിട്ടുള്ളത്. മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ നാളെ അദ്ദേഹത്തിന്റെ ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പൂർണ്ണ പിന്തുണ ഹേമന്ത് സോറിന് പാർട്ടി നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ജനറൽ സെക്രട്ടറി അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. കൂടാതെ തന്നെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, ബിജെപിയുടെ പ്രതിപക്ഷ നേതാവ് നെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കും ജെഎംഎം കടക്കുന്നു. അതായത് യാതൊരുവിധ തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ആരോപണങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കോടതി നടപടികളിലേക്ക് കടക്കാൻ കൂടി ജെഎംഎം തീരുമാനിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു നീക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇഡിയെ മുൻനിർത്തിയുള്ള ഒരു രാഷ്ട്രീയ പകപോക്കൽ ബിജെപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ജെഎംഎമ്മിന്റെ തീരുമാനം. ഒരുപക്ഷേ മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ അതിന് പിന്നീട് ഹേമന്ത് സോറിന് അതിൽ കൃത്യമായ നീക്കങ്ങൾ നടത്താൻ സാധിക്കില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ തന്റെ ഭാര്യയെ തന്നെ മുൻനിർത്തി ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ പാർട്ടി അംഗങ്ങളും എംഎൽഎമാരും അത് പൂർണ്ണമായും യോജിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, ഇഡി ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നു എന്ന് ആരോപിക്കുമ്പോൾ തന്നെ ചില നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടിയാണ് ജെഎംഎം നീക്കം നടത്തുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് മിഥുൻ നൽകിയത്. മനസാക്ഷിയെ